ഹലോ നമസ്കാരം, എല്ലാവർക്കും ആർ ടി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം LPST റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളെ കുറിച്ചാണ്. റാങ്ക് ലിസ്റ്റിൽ ഓരോ ഘട്ടത്തിലും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് എല്ലാവരോടും റാങ്ക് ലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിലെ ഓരോ കാറ്റഗറി എത്രയുണ്ട്, ഓരോ കാറ്റഗറിയിലും ഏതുവരെ സാധ്യതയുണ്ട്, എത്ര എണ്ണമുണ്ട് എന്ന് ഞാൻ ചർച്ച ചെയ്യാമെന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. LPST ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജൂൺ 9 ഒരു അഡ്വൈസ് പോയ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അത് വെബ്സൈറ്റിലൊന്നും വന്നിട്ടില്ല. ഒരു സുഹൃത്ത് ഇതിലൂടെ അറിയിക്കുകയും ചെയ്തു. ഞാൻ അവിടെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ PSCയിൽ കിട്ടിയില്ലെങ്കിലും അവിടെ സുഹൃത്തുക്കൾ വഴി അന്വേഷിച്ചപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്കൊരു അനൗദ്യോഗികമായി കിട്ടിയ വിവരം. വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അവിടെയും കഴിഞ്ഞ ലിസ്റ്റുണ്ട്, അതായത് പ്രോസസ്സിങ് കഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് എന്നുള്ളത്. വയനാട്ടിലും അങ്ങനെ ഒരു അഡ്വൈസ് പോകുന്നുണ്ട് എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ എണ്ണത്തിൽ നിന്ന് മാറ്റം വരും, കുറച്ചും കൂടി അധികം വരും. അതായത് അവസാന നിമിഷം വരെ അവർ ലിസ്റ്റിൽ നിന്നുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥം. നമ്മൾ ലിസ്റ്റ് ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസമോ അതിൻ്റെ മുന്നത്തെ ദിവസമോ ഒക്കെ അവിടെ റിപ്പോർട്ടിങ് നടന്നിട്ടുണ്ട്, നിയമനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലിസ്റ്റിൽ എന്തൊക്കെയാണ് സാധ്യതകൾ, എങ്ങനെയാണ് മുൻ ലിസ്റ്റുമായിട്ട് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, മുൻ ലിസ്റ്റിലെ സാധ്യതകൾ എത്ര ഉണ്ടായിരുന്നു, അത് വെച്ച് ഈ ലിസ്റ്റിൽ എത്രത്തോളം സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം ഒരിക്കൽ കൂടിയാണ് നിങ്ങളോട് ഓർമ്മയുടെ സാധ്യതകൾ മാത്രമാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അനുകൂല സാഹചര്യങ്ങളുണ്ട്. ഞാൻ മുൻ പറഞ്ഞിരുന്നു റിട്ടയർമെൻറ്റിൻ്റെ സാധ്യതകൾ 2025, 26, 27 വർഷങ്ങൾ റിട്ടയർമെൻറ്റ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള വർഷമാണെന്ന് സർവീസിലുള്ളവരൊക്കെ പറയുന്നതാണ്. സർവീസിലുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണത്. അങ്ങനെ വരുമ്പോൾ അതൊരു സാധ്യതയാണ്. പക്ഷേ അതിൻ്റെ സ്പീഡായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം, എൻജോയ്ഡ് റിപ്പോർട്ട് ചെയ്യണം, പ്രൊമോഷൻസ് നടക്കണം. ഇതൊക്കെ നടന്നെങ്കിൽ നമുക്ക് ലിസ്റ്റിലെ മുഴുവൻ ആൾക്കാരും പരമാവധി ആൾക്കാർക്ക് നിയമനം ലഭിക്കുക എന്നുള്ളതിലേക്ക് എത്താൻ കഴിയുള്ളൂ. പക്ഷേ വേറൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം ഡിവിഷൻ ഫാളിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഡിവിഷൻ കുറയുന്നത്, അത് കുട്ടികൾ കുറയുന്ന കാരണം ഡിവിഷൻ, അതായത് ഗവൺമെൻറ് സ്കൂളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിലുള്ള ഒരു തടസ്സം പലപ്പോഴും. അതായത് നമ്മളെ കുട്ടികൾ തന്നെ നമ്മൾ തന്നെ അത് ചെയ്തേ പറ്റൂ. കാരണം ഗവൺമെൻറ് സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയേ പറ്റൂ. പലരും അങ്ങനെ നിർബന്ധിച്ച് CBSE സ്കൂളിലേക്ക്, CBSE എന്ന് പറഞ്ഞ സിസ്റ്റം LPയിലോ ഇതിലോ ഇല്ല എന്നുള്ള ആദ്യം സെക്കൻഡറി സ്കൂളിലാണ്, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, സെക്കൻഡറിയിലെ CBSE ഉള്ളൂ. പക്ഷേ ആ സിലബസ് ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചുകൊണ്ട് കുട്ടികളെ പ്രൈവറ്റ് സ്കൂളിലും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും ഒക്കെ കൊണ്ടുപോയി ചേർത്ത് എയ്ഡറിലേക്ക് ചേർത്ത് നമ്മുടെ സാധ്യതകൾ, നമ്മൾ തന്നെ നമ്മുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിൽ കുറയ്ക്കണം. ഡിവിഷൻ ഫാൾ വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഒരു കൊല്ലം ഒരു 4 ബാച്ച് ഉണ്ടായിരുന്നു, 4 ഡിവിഷൻ ഉണ്ടായിരുന്ന സ്കൂളിൽ നിന്ന് അത് 3 കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു വരാൻ, അടുത്ത വർഷം കുട്ടികൾ കൂടിക്കഴിഞ്ഞാലും അതിലേക്ക് തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ട്. ഗവൺമെൻറ് പ്രോസസ്സിംഗ് എല്ലാം തിരിച്ചു വരില്ല. അവിടേക്ക് എന്ത് ചെയ്യും, ഒരു ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കും. അങ്ങനെ അത് ഓടിച്ചു കൊണ്ടുപോകും. പിന്നെ അത് ഡിവിഷൻ കൂട്ടി വരണമെങ്കിലുള്ള കാലതാമസം വരും. അപ്പോൾ നഷ്ടം വരുന്നത് എത്രയാണെന്നേ ഉള്ളൂ. അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ മറ്റൊരു സ്ഥലത്തേക്ക് ഡിപ്ലോയ് ചെയ്യും. അങ്ങനെ വരുന്ന നഷ്ടം. പിന്നെ പുതിയ ലിസ്റ്റിൽ നിന്നുള്ള നിയമനം അവിടെ കുറയും. അവിടെ ഒരു ഗസ്റ്റ് അടുത്ത വർഷം കൂടിയാൽ പോലും, കുട്ടികൾ കൂടിയാൽ പോലും അവിടെ ഒരു ഗസ്റ്റ് അധ്യാപികയായിരിക്കും, ഡെയിലി വേജിലായിരിക്കും ആളെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള നഷ്ടങ്ങൾ നമുക്ക് കുട്ടികൾ കുറയാതെ നമ്മുടെ അറിയുന്നവരും ഗവൺമെൻറ് സ്കൂളിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള സാധ്യതയുള്ളൂ എന്നുള്ള കാര്യം ഉണ്ട്. അത് മനസ്സിലാക്കുക. തെക്കൻ ജില്ലകൾ, കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ പല സ്ഥലത്തും ഡിവിഷൻ ഫാളുകളുണ്ട്. വടക്കൻ ജില്ലകളിലും അത് ബാധിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മളെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഉള്ള സാധ്യതകൾ, ഞാൻ ആരെയും കിട്ടുമെന്ന് പ്രലോഭിപ്പിക്കാനോ സൂചിപ്പിക്കാനോ വേണ്ടി പറയാൻ ഉള്ളതുപോലെ പറയുകയാണ്. അതിൽ കാര്യമുള്ളൂ. കാരണം ഇനിയും പഠിക്കാനുള്ള അവസരമുണ്ട്, പഠിച്ച് തുടങ്ങാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതൊരു സാധ്യത മാത്രമായിട്ട് കണക്കാക്കി മുന്നോട്ട് പോകണമെന്ന് ആദ്യമേ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ഇത് താല്പര്യമുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കണം. കൊല്ലം ജില്ലയിലെ ലിസ്റ്റിലുള്ളവർ ശ്രദ്ധിക്കുക. കൊല്ലം ജില്ലയിൽ നമുക്കറിയാം 921 പേരാണ്. 921 പേരാണ് ലിസ്റ്റിലുള്ളത്. മുൻ ലിസ്റ്റിൽ 982 ആയിരുന്നു. അതുകൊണ്ട് ലിസ്റ്റ് വെച്ച് വലിയ മാറ്റമൊന്നുമില്ല. ഒരു 61 ആളുടെ മാറ്റമേ അതിൽ വന്നിട്ടുള്ളൂ. ഏതാണ്ട് അതേ ലിസ്റ്റ് തന്നെയാണ്. 921 പേരുടെ ലിസ്റ്റാണ് ഇത്തവണ ഉള്ളത്. 982 മുൻപത്തെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഞാൻ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അത് ഓപ്പൺ കാറ്റഗറിയിൽ ജനറൽ 143 പേരുണ്ട്. EWSൽ 100 പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ. സപ്ലിയിൽ 49 പേര്. മുസ്ലിം 93 സപ്ലിയിൽ. ഈഴവ EBT കാറ്റഗറിയിൽ 75 പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ. സപ്ലിയിൽ 107 പേര്. OBC 20 പേര്, 24 പേര് സപ്ലിയിൽ. വിശ്വകർമ്മ 17 പേര് മെയിൻ ലിസ്റ്റിലും 23 പേര് സപ്ലി ലിസ്റ്റിലും. LC 15 പേര് മെയിൻ ലിസ്റ്റിൽ, 32 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. SC 9 പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ.
സപ്ലൈ ലിസ്റ്റിൽ 63 പേര്. ST മെയിൻ ലിസ്റ്റിൽ ആരുമില്ല, സപ്ലൈ ലിസ്റ്റിൽ 6 പേരുണ്ട്. ഹിന്ദു നാടാർ 2 പേര് മെയിൻ ലിസ്റ്റിൽ, 8 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. SIUC നാടാർ അതുപോലെ 2 പേര് മെയിൻ ലിസ്റ്റിൽ, 8 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. ധീവര ഒരാൾ മെയിൻ ലിസ്റ്റിലും 8 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. HI സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് അവരെല്ലാം ഉള്ളത്. DA HI 3 പേര്, DA LD or CP 4 പേര്, DA LU LV 4 പേര്, DAM 7. SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻ മെയിൻ ലിസ്റ്റിൽ ആരുമില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 8 പേര്. ഇത്രയാണ് ടോട്ടൽ. മെയിൻ ലിസ്റ്റിൽ 450 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 441 പേരും, ടോട്ടൽ 921 പേര്. ഞാനിതിൻ്റെ ഒരു റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കി നോക്കിയപ്പോൾ കഴിഞ്ഞ വെച്ചിട്ട് ഒരു റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയപ്പോൾ ഞാനത് മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകളും അപ്പോയിൻ്റ് ആയി കഴിഞ്ഞാലുള്ള സാധ്യതയാണ്. ഇതിൽ ശ്രദ്ധിക്കുക, മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകളും അപ്പോയിൻമെൻ്റ് ആയി കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി ലിസ്റ്റിന് മുഴുവൻ വരില്ല. പക്ഷെ അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ NJD വരുമ്പോഴാണ്. NJD വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റൊട്ടേഷൻ അടുത്തതിലേക്ക് കയറും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതേ ലെവലിലായിക്കൊള്ളുന്നില്ല പോകുന്നത്. NJD എത്രയും നമുക്കിപ്പോൾ ആരൊക്കെയാണ് ജോയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ജനറൽ 143 പേരും കയറുന്ന രൂപത്തിലാണ് ഞാൻ ഒരു റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കി നോക്കി. ഇതിൽ കൊല്ലം ലിസ്റ്റിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ EWSൻ്റെ നിറഞ്ഞു നിൽക്കുന്ന ലിസ്റ്റാണ്. EWS 100 പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 49 പേരും. അപ്പോൾ മെയിൻ ലിസ്റ്റിലെ 100 പേര് കൂടുതലാണ്. മറ്റ് പല ജില്ലകളും അത്ര ഇല്ല. ഞാൻ നോക്കിയപ്പോൾ പാലക്കാട് 24 പേര് മെയിൻ ലിസ്റ്റിലുള്ളൂ EWS വരുന്നത്, കാസർഗോഡ് 41 പേരേ ഉള്ളൂ, കോഴിക്കോട് 56 പേരേ ഉള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. പക്ഷേ കൊല്ലത്ത് 100 പേരുണ്ട് EWSൻ്റെ ലിസ്റ്റിലുള്ള. EWS 100 പേരുണ്ട്. ഞാനത് മുഴുവൻ പേർക്കും, മെയിൻ ലിസ്റ്റിന് മുഴുവൻ പേർക്കും ഇത് റൊട്ടേഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ വരെ പോകും നോക്കിയപ്പോൾ ജനറൽ 143 പേര് കിട്ടും, EWS 100 പേര് വരും, മുസ്ലിം 96 പേര് വരും, സപ്ലിയിൽ ഒരാൾ വരുള്ളൂ, സപ്ലി 1 വരെ പോവുള്ളൂ. ഈഴവ 75 പേര് 75 മെയിൻ ലിസ്റ്റിൽ പോകും, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേര്, 20 പേര് OBC, 5 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന്, വിശ്വകർമ്മ 17 മെയിൻ ലിസ്റ്റിൽ നിന്ന്, സപ്ലിയിൽ നിന്ന് പോവില്ല, LC 15 പേര് മെയിൻ ലിസ്റ്റിൽ നിന്ന്, 7 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റ്, SC 9 പേര് മെയിൻ ലിസ്റ്റിൽ നിന്ന്, 42 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന്, ഹിന്ദു നാടാർ 2 പേര് മെയിൻ ലിസ്റ്റിൽ നിന്ന്, 4 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റ്, SIUC നാടാർ 2 പേര് മെയിൻ ലിസ്റ്റിൽ നിന്ന്, 4 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റ്, ധീവര ഒരാൾ മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 5 പേര് പോകാനുള്ള സാധ്യത. ഇങ്ങനെയാണ് ഞാൻ ഏതാണ്ട് കണക്കാക്കിയത്. മറ്റേ DA ഇതെല്ലാം ഒരു 6 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡിസബിലിറ്റി ഉള്ളത് ST സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 6 പേരും മൊത്തം അഡ്വൈസ് നടക്കുകയാണെങ്കിൽ. ഇതാണ് ഈ മെയിൻ ലിസ്റ്റ് തീരുന്ന വരെയുള്ള അഡ്വൈസ് നടക്കാനുള്ള അവസ്ഥയാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ തവണ എത്രയായിരുന്നു. കഴിഞ്ഞ തവണ അഡ്വൈസ് വരുന്നത് 367 അഡ്വൈസ് ആയിരുന്നു പോയിരുന്നത്. 367 അഡ്വൈസ് കഴിഞ്ഞ തവണ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ തവണ 495. നമ്മൾ ഏതാണ്ട് കണക്കാക്കുന്നത് കഴിഞ്ഞ തവണത്തെ റേഞ്ച് തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. 495ലേക്ക് എത്താനുള്ള സാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 367 കൂടിക്കഴിഞ്ഞാൽ 400 ആ റേഞ്ചിലേക്ക് എത്തും. അപ്പോൾ ഈ പറയുന്ന റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് എത്ര പോകുന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മുന്നത്തെ വീഡിയോയിൽ കണ്ടിരുന്നു, അത് പറഞ്ഞു. അതുകൊണ്ട് ഈ സ്പീഡിൽ അങ്ങ് പറയാം. ഓപ്പൺ കോമ്പറ്റീഷൻ 294 റാങ്ക് വരെ പോയിരുന്നത്. 367 അഡ്വൈസാണ് അന്ന് പോയത്. ഈഴവ 339 വരെ, 338 ആണ്, 339 വരെ. SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 27 വരെ പോയി. ST എല്ലാവരും എടുത്തു. മുസ്ലിം 299 റാങ്ക് വരെ, വിശ്വകർമ്മ 309, LC 302, OBC 389, SIUC നാടാർ 304, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3. ഇങ്ങനെയായിരുന്നു റേഞ്ച്. അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ 982 പേരുണ്ടായിരുന്ന പഴയ ലിസ്റ്റിൽ നിന്ന് നമ്മളിപ്പോൾ 921 പേരുള്ള ലിസ്റ്റാണ്. അതിൽ 367 കഴിഞ്ഞ തവണത്തെ അതേ ലെവലിൽ തന്നെ പോവുകയാണെങ്കിൽ ഇത്തവണ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏതുവരെ പോകുന്നുള്ളതാണ് ഞാൻ ഏതാണ്ട് നോക്കിയത്. ആ ഒരു റേഞ്ച് വെച്ചുള്ള പിടിച്ചാൽ മതിയാവും. കാരണം അതിനേക്കാൾ ചിലപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് NJD വരുന്നതനുസരിച്ച് ചിലപ്പോൾ കുറച്ചുകൂടി കൂടാം എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ നിയമനം വരാനുള്ള ഞാൻ ഇന്ന് കുറച്ച് നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് പറയുന്നതല്ല. നമ്മൾ യാഥാർത്ഥ്യങ്ങളായിട്ട് പറയുന്നതാണ്. കാരണം വെറുതെ ഞങ്ങൾ ഒരുപാട് പേർക്ക് പ്രതീക്ഷകൾ മാത്രം തന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്, ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം പുതിയ സാധ്യത വെച്ച് 3 വർഷമുണ്ട്, നമുക്ക് സമയമുണ്ട്. 3 വർഷമുണ്ട്. വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം, മുന്നോട്ട് പോകണം. റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും, റിട്ടയർമെൻറ്റ്, പ്രൊമോഷൻ, ഇതൊക്കെ സമയാസമയം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ വരാം. നമ്മൾ ഏറ്റവും ലീസ്റ്റ് സാധ്യതകൾ പറഞ്ഞു വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓപ്പൺ കോമ്പറ്റീഷൻ 301 റാങ്ക് വരെയുള്ള സാധ്യതയുണ്ട്. 301 റാങ്ക് ഓപ്പൺ കോമ്പറ്റീഷൻ 301 റാങ്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. EWS 306 റാങ്ക് വരെ, EWS 306 റാങ്ക് വരെ ഉള്ള ആൾക്ക് കിട്ടാനുള്ള സാധ്യതയാണ്. കഴിഞ്ഞ തവണത്തെ അതേ ലെവലിൽ തന്നെ നിയമനം നടക്കുകയാണെങ്കിൽ പറഞ്ഞു. ഈഴവ 362 റാങ്ക് വരെ, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 22 വരെ,
ST ഇതേ നിയമനങ്ങളോടാണ് ST ഏതാണ്ട് എല്ലാവരെയും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6 വരെ മുഴുവൻ നിയമനം കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. മുസ്ലിം 327, വിശ്വകർമ്മ 263. വിശ്വകർമ്മയാണ് കുറവ് വരുന്നത്, മെയിൻ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് വരുന്നത്. LCA ആംഗ്ലോ ഇന്ത്യൻ 431 റാങ്ക് വരെ വരാം. OBC 348 റാങ്ക് വരെ. ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 3 വരെ വരാൻ സാധ്യത. SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 4. SIUC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2. ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2. ഇതാണ് ഞാൻ എൻ്റെ ഒരു അസസ്മെൻറ്റിൽ കണ്ടെത്തിയ ഒരു റാങ്കിൻ്റെ ഡീറ്റെയിൽസ്. 367 അഡ്വൈസ് ആണ് വന്നത് എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണത്തെ അതേ അഡ്വൈസ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം, ഈ ഒരു റാങ്ക് വരെ വരാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം 327, ഓപ്പൺ കോമ്പറ്റീഷൻ 301 വരെ. ഇതാണ് 367. 367 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അതിന് മുമ്പ് അതിൽ കൂടുതൽ വന്നിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. 495, 490 ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ 414 റാങ്ക് വരെ പോവാം. അതിൻ്റെ ഇടയിലുള്ള റാങ്ക് ആയിരിക്കും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഓപ്പൺ കോമ്പറ്റീഷൻ 301 495. അതിന് മുമ്പത്തെ ലിസ്റ്റിൽ നിന്ന് അത്രയും അഡ്വൈസ് വന്നതുകൊണ്ട് അതേ റാങ്കിൽ തന്നെ വരികയാണെങ്കിൽ ചിലപ്പോൾ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്ന. ഓപ്പൺ കോമ്പറ്റീഷൻ 414 റാങ്ക് വരെ പോവാം. EWS 418, ഈഴവ 456, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 35, ST ഓൾ. ST മുന്നത്തെ അത്ര ലെവൽ വന്നാൽ തന്നെ മുഴുവൻ പോകും, കാരണം മെയിൻ ലിസ്റ്റിൽ ആളില്ല. സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് 6 പേരുള്ളത്. മുസ്ലിം 419 റാങ്ക് വരെ. വിശ്വകർമ്മ 442, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 4. ഒരാൾ കൂടി പോകാൻ ചാൻസ് ഉണ്ട്, അത്രയും ഗ്രൂപ്പുകളിൽ. SCCC ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, SIUC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3. ഇങ്ങനെയാണ് റേഞ്ച് കാണും. നമുക്ക് ആ ലെവലിൽ, അതിന് മുമ്പത്തെ ലെവലിൽ ഒരു പീക്ക് ലെവലാണ്. 495 അഡ്വൈസ് പോയി ഒരു നല്ല പീക്ക് ലെവലാണ്. ആ ലെവലിൽ പോവുകയാണെങ്കിൽ ഇത്രയും റാങ്കുള്ളവരും കയറാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നമുക്ക് ഓരോ ഘട്ടത്തിലെ അഡ്വൈസിൻ്റെ എണ്ണം വെച്ചിട്ട് എത്രത്തോളം കൂടുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വിവരാവകാശം വെച്ചൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ വഴിയേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് ഏതാണ്ട് ഒരു നിയമന നില വരാനുള്ളത്. ഈ കൊല്ലത്തിൻ്റെ കേസിൽ ഞാൻ എന്താ പറഞ്ഞാൽ EWSൻ്റെ എണ്ണം വളരെ നല്ലോണം ഉണ്ട്. ലിസ്റ്റിൽ 100 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ തന്നെ 49 പേരുണ്ട്. പിന്നെ അത്രയും നിയമനം നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ പൂളായ NJDയും കൂടി വന്നെങ്കിൽ മാത്രമേ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് കയറാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ഇപ്പോൾ അവർക്ക് വിഷമിക്കേണ്ടതില്ല. ചിലപ്പോൾ NJD ഒക്കെ വന്ന് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ EWSൻ്റെ മെയിൻ ലിസ്റ്റിൽ തന്നെ ഇത്രയധികം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വരുന്നുള്ളൂ. നമ്മൾ റൊട്ടേഷൻ തയ്യാറാക്കി നോക്കുമ്പോൾ ഇത്രയാണ് അതിലേക്ക് വരുന്നത്. ഇതാണ് കൊല്ലത്തിൻ്റെ കേസ്. കൊല്ലത്തെ കേസിന് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ റൊട്ടേഷൻ പ്രകാരമാണ് നോക്കുന്നത്. ഏതാണ്ട് ഇതേ തന്നെയാണ് വരിക, വേറെ മാറ്റമൊന്നും വരാനില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കൊല്ലത്തിൻ്റെ കാര്യത്തിൽ ഇത്രയൊക്കെ ഇതിൽ പറയാനുള്ളൂ, കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും പറയാനുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വർക്ക് ചെയ്യണം. പ്രധാനമായിട്ട് ഈ വിവരാവകാശം വെച്ച് ഓരോ ഇതിൽ നോക്കി എത്രത്തോളം വേക്കൻസി വരുന്നത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും, നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ അഡ്വൈസിൽ എത്ര വരും എന്നുള്ളത് നമുക്ക് അറിയില്ല, കാരണം വേക്കൻസി റിപ്പോർട്ടിംഗ് വന്നിട്ടില്ല. മെയ് 31 റിട്ടയർമെൻറ്റ് വേക്കൻസി, ഇപ്പോൾ എത്ര വേക്കൻസി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ പലരും ചോദിക്കുന്ന ആദ്യത്തെ അഡ്വൈസിൽ എത്ര വരും, കാരണം ആദ്യ റാങ്കുകളിലുള്ളവർക്ക് അതാണല്ലോ അറിയേണ്ടത്. അതിനെക്കുറിച്ചൊരു നമുക്ക് അറിയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ആദ്യത്തെ അഡ്വൈസിൽ എത്രത്തെയാണ് വരുന്നത് എന്നുള്ളൊരു ധാരണ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കൊല്ലത്തിൻ്റെ കേസ് ഇതാണ്. ഇനി മറ്റ് ജില്ലകളുടെ ഓരോ കേസിനും ഡാറ്റ വെച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി എന്തെങ്കിലും പറയണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കുക. കൂടുതൽ കാര്യങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് വരുന്നവർക്ക് പരമാവധി ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, താങ്ക് യു.